ഞാൻ അന്ന. ഈ ബ്ലോഗ് എൻ്റെ ഒരു ചെറിയ യാത്രേനെ പറ്റിയാണ്. എനിക്ക് ഓഫീസിൽ വെൽനസ് ഡേ ഓഫ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 months കൂടുമ്പം ഞങ്ങൾക്ക് 2 ദിവസം അവധിയെടുക്കാം. വെൽനസ് ഡേ ആണ്, ആരും ഒന്നും ചോദിക്കത്തില്ല. ആ ഡേ മിക്കവാറും അവർ തന്നെ പറയും, ഇന്ന ദിവസം വെൽനസ് ഡേ ആണ്, നിങ്ങൾ വെൽനസ് ഡേ ഓഫ് എടുത്തോളാൻ പറയും. അങ്ങനെ ഞാൻ വെൽനസ് ഡേ ഓഫ് എടുത്തു. അപ്പോൾ എനിക്ക് മാത്രമേ ഓഫുള്ളൂ, എബിക്കും കുഞ്ഞിനും ഓഫില്ല. അപ്പം ഞാൻ എബിനോട് പറഞ്ഞു, കുറേ നാളായല്ലോ നമ്മളൊരു ഡേറ്റിനൊക്കെ പോയിട്ട്, അപ്പം നമുക്ക് 2 പേർക്കും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ എബിനെ നിർബന്ധിച്ച് എബിനെ കൊണ്ട് ലീവൊക്കെ എടുപ്പിച്ചു. അപ്പം പുള്ളിക്കാരൻ ലീവൊക്കെ എടുത്തു. അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് കൃത്യമായിട്ട് ആ സെയിം ഡേ മാത്തൂനും ലീവാണ്. വേറെ സ്കൂളുകാർക്കൊന്നും ലീവില്ല, മാത്തൂന് മാത്രം ലീവുണ്ട്. മാത്തൂന് സ്പോർട്സ് ഡേ നടക്കുവാണ്. അവർക്ക് സീനിയേഴ്സിൻ്റെ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് കൊച്ചു കുട്ടികൾക്കെല്ലാം അവധിയാണ്. അങ്ങനെ മാത്തൂനെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. മാത്തൂനാണെങ്കിൽ പുറത്ത് പോകുന്നതൊന്നും വലിയ താല്പര്യമില്ല. മാത്തൂന് കളിക്കാൻ പോകാനാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് മാത്തൂന് ഞങ്ങളുടെ കൂടെ പുറത്തോട്ട് വരുന്നതിനോടൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. മാത്തൂന് ഏറ്റവും ഇഷ്ടം വൈകുന്നേരം പോയി കളിക്കാൻ പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അടുത്തൊന്നും ഒരു ബീച്ചോ അല്ലെങ്കിൽ ഒരു സൂവോ അങ്ങനെയൊന്നുമില്ല. എനിക്കാണെങ്കിൽ വീട്ടിലന്ന് ഇരിക്കാനും പറ്റത്തില്ല. എല്ലാവരും ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പം അടുത്ത ദിവസം വർക്കിംഗ് ഡേ ആണ്. ഇനി ഇവിടെ അടുത്ത് ഏത് സ്ഥലത്ത് പോകാനാണ്? അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി രശ്മി പറയുന്നത്, സിട്രസ് ട്രെയിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, നല്ലയാ, എൻ്റെ വൈബിന് മാച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉള്ള സമയമാണ് ബാംഗ്ലൂർ ഇപ്പം. അപ്പം കോഫി പ്ലാന്റേഷനിലൊക്കെ പോകുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, രാവിലെ പോകാം. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ഭയങ്കര നല്ലതാണ്. അവിടുത്തെ വഴിയിൽ നമ്മൾ സിട്രസ് ട്രെയിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. അപ്പം എനിക്ക് ഫോറസ്റ്റ്, കോഫി പ്ലാന്റേഷൻ, ചിലപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കും, ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് ജസ്റ്റ് 40 kilometers ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്രയ്ക്ക് കൺസിഡർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. രശ്മി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. എന്തായാലും നല്ല സെലക്ഷനായിരുന്നു. ഞങ്ങൾ രാവിലെ ഇവർക്ക് 2 പേർക്ക് എഴുന്നേറ്റ് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാണേലും കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി, ഇമോഷണൽ ഡാമേജൊക്കെ ഉണ്ടാക്കി, എങ്ങനെയൊക്കെയോ മാത്തു സമ്മതിക്കത്തേ ഇല്ലായിരുന്നു പോകാൻ. പിന്നെ മാത്തുവിനോട് പറഞ്ഞു, അത് വാങ്ങിച്ചരാ ഇത് വാങ്ങിച്ചരാ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ അപ്പനും മോനും തയ്യാറായി വരാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 8 o'clock ആയി. ഫോഗിൻ്റെ വഴിക്ക് പോയി. ഇനി 8 o'clock എന്ത് ഫോഗ് കാണാനാണ്? അവിടെ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചു. പോകാൻ മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ, അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ എത്തി എന്ന് പറയുമ്പം നമ്മളൊരു 30 kilometers എനിക്ക് തോന്നുന്നു സിറ്റി ഡ്രൈവ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് സെയിം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഫോറസ്റ്റ് വന്നു. ബനാർഘട്ടയിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഫോറസ്റ്റ് വന്നു. അവിടെ ഫോറസ്റ്റിൻ്റെ എൻട്രി ഗേറ്റ് വന്നു. ആ ഫോറസ്റ്റിൻ്റെ അതിലൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു. അത് 8 kilometers ആയിരുന്നു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ. പലപ്പോഴും നമുക്ക് എത്തിച്ചേരേണ്ട ആ സ്ഥലത്തിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടപ്പെടുന്നത് ആ യാത്രയാണ്, ആ യാത്രയുടെ ഒരു ഭംഗിയാണ്.
റെസ്റ്റോറൻറ്റിലോട്ടുള്ള വഴിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഫുഡിനേക്കാളും കൂടുതൽ എനിക്ക് വേണ്ടത് ആ കോഫി പ്ലാന്റേഷൻ കാണണം, ആ ഫോറസ്റ്റ് കാണണം, ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രയോറിറ്റി. പിന്നെ ഫുഡ് ഓക്കെ ആയാൽ ഓക്കെ, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ ഞാൻ ഒത്തിരി പ്രയോറിറ്റി ഫുഡിന് കൊടുത്തില്ലായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് റഷാണ്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയ സമയത്ത് റഷ് വളരെ കുറവായിരുന്നു. കാരണം അതൊരു വർക്കിംഗ് ഡേ. എൻ്റെ ഹസ്ബൻഡിനും പൂരി, ദോശ ഇതൊക്കെയാണ് ഇഷ്ടം. എന്താണേലും അതവിടെ ഉണ്ടായിരുന്നു. പൂരി ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് കോസ്റ്റ്ലിയാണ്. Matu and Ibn. What, Amma? You guys like this place? Yes, Amma. Huh? It's nice, I think, right? On weekend I heard there is lot of rush here. ഇതാണ് ഞങ്ങളുടെ മാത്തു. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാപ്പിയായി. അവന് ഇഷ്ടപ്പെട്ടു, ഫുഡൊക്കെ കഴിച്ചു. പുള്ളിക്ക് ഇഷ്ടം ഫ്രൈസാണ്. ഫ്രൈസും ഉണ്ടായിരുന്നു അവിടെ. പൂരി കഴിച്ചതിന് ശേഷം പുള്ളി ഫ്രൈസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നടക്കാനിറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആ കോഫി പ്ലാന്റേഷൻ്റെ അകത്തൂടെ നടന്നു പോകുന്നതൊന്നും ആ റെസ്റ്റോറൻറ്റുകാർക്കൊരു പ്രശ്നമൊന്നുമല്ല. അവരത് അലോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമൊക്കെ നമുക്ക് കാണാൻ പോകാം. പിന്നെ കുറച്ചധികം ദൂരം ഇതിൻ്റെ അകത്ത് കോഫി പ്ലാന്റേഷനുണ്ട്. അപ്പം അതൊക്കെ കണ്ട് നടക്കാം കുറച്ച് നേരം നമുക്ക് അതിൻ്റെ അകത്തോടുകൂടെ. അങ്ങനെ ഞങ്ങൾ നടന്നു. അപ്പം ചില പ്ലാന്റ്സിലൊക്കെ ഒത്തിരി കോഫിയുണ്ട്. കോഫി ബീൻസ് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് മാത്തുവിന് കാണിച്ചു കൊടുക്കാൻ പറ്റി, ഇതാണ് കോഫി ബീൻസ് എന്ന്. അവന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ അകത്തോട്ട് നടന്നു. അപ്പം ഒരാൾ പറഞ്ഞു അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ താറാവൊക്കെ ഉണ്ട്, അതും കാണാൻ ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുളം കാണാൻ വേണ്ടി താഴോട്ട് നടന്നു. രാത്രിയിൽ ഈ സ്ഥലം കാണാൻ നല്ല രസമായിരിക്കും. പക്ഷേ എത്തിപ്പെടാൻ അത്ര ഈസി ആയിരിക്കത്തില്ല. ഫോറസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഇവർ ഓപ്പൺ ആണോയെന്നും എനിക്കറിയത്തില്ല. ഓപ്പൺ ആണെങ്കിൽ എന്താണെങ്കിലും ഒരു ദിവസം രാത്രി ഇവിടെ കസിൻസിനെയൊക്കെ കൂട്ടി വരാൻ പറ്റിയ സ്ഥലമാണ്. എന്താണേലും വരണം ഒരു ദിവസം. ഇവനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം വരണമെന്ന്. ഇത് സിട്രസ് ട്രെയിൽ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവർ ബനാർഘട്ട സൈറ്റിലാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു ബില്ല് ഓൾമോസ്റ്റ് 1000 സംതിങ് ആയി. പക്ഷേ ഫുഡ് ഓക്കെ ആയിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ആംബിയൻസ് അടിപൊളിയായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പരാതിയും ഇല്ല. ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ദ എഫേർട്ട്. അപ്പോൾ ബൈ.